നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജസ് ആണ്. എന്താ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജസ്? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജസ് എന്ന് പറയുന്നത് നമ്മൾ പോപ്പുലർലി യൂസ് ചെയ്യുന്ന ഒരു ഡിക്ലറേറ്റീവ് ലാംഗ്വേജസ് ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജസ്. ഇതൊരു റിലേഷണൽ ഡാറ്റാബേസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ IBM ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേരിയസ് സ്റ്റാൻഡേർഡ് ബോഡീസും നമുക്കിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഈ SQL ലാംഗ്വേജസ് എന്ന് പറയുന്നത് രണ്ട് പ്രൈമറി പാർട്സ് ആണുള്ളത്. DDL ഉണ്ട്, DML ഉണ്ട്. DDL എന്ന് പറയുന്നത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജസ്, DML എന്ന് പറയുന്നത് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജസ്. അതുപോലെ തന്നെ DCL കമാൻഡ് നമ്മൾ സെക്യൂരിറ്റി മെഷർമെൻറ്റ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുമുണ്ട്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് DDLും DMLും ആണ്. അതുപോലെ തന്നെ SQL പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു റിലേഷണൽ ഡാറ്റാബേസ് ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് റിലേഷണൽ ഓൾജിബ്ര ഫംഗ്ഷൻസും അതുപോലെ തന്നെ റിലേഷണൽ കാൽക്കുലസ് ഒക്കെ നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ SQL കുറേ ഡാറ്റ ടൈപ്സുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. നോർമലി നമ്മൾ ജാവയിലും സിയിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ഡാറ്റ ടൈപ്സുകൾ തന്നെയാണ് SQLും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാരക്ടർ ആൻഡ് വാർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിംഗിൾ വേർഡ് ഉണ്ടെങ്കിൽ ആ സിംഗിൾ വേർഡിലെ ഓരോ ക്യാരക്ടറിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണ് നമ്മൾ ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. വാർക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പം നമുക്ക് ക്യാരക്ടർ ഫീൽഡും ആഡ് ചെയ്യാം, നമ്പറും ആഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ AD001 C എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് വന്നു, ക്യാരക്ടറും വന്നിട്ടുണ്ട്, നമ്പേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരുപോലെ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡാറ്റ ടൈപ്സ് ആണ് എന്തെന്ന് വാർക്കാർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലോട്ട് ഉണ്ട്, ഡെസിമൽ ഉണ്ട്, ഇൻറ്റിജർ ഉണ്ട്. നമ്മൾ നോർമലി ജാവയിലും സിയിലും കാണുന്ന എല്ലാ ഡാറ്റ ടൈപ്സുകളും നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, SQLിലും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ SQLിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമാൻഡ് നമ്മൾ പറഞ്ഞു കുറേ പാർട്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പാർട്സിൽ 2 പാർട്സാണ് മെയിനായിട്ടുള്ളത്, DDLും DMLും. അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ കുറച്ച് പാർട്സ് കമാൻഡ്സുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ കുറേ കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ആണ് DDL. DDL മീൻസ് ഉദ്ദേശിക്കുന്നത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജസ് ആണ്. അതായത് ഡാറ്റ ഡെഫിനിഷൻ മീൻസ് ഉദ്ദേശിക്കുന്ന ഡിഫൈൻ ചെയ്യുക. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യണം, അതായത് ഒരു ടേബിൾ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യണോ, അതോ അല്ലെങ്കിൽ ഡാറ്റാബേസ് വെച്ച് ഡിഫൈൻ ചെയ്യണോ, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റാബേസിലേക്ക് നമുക്ക് എങ്ങനെ വാല്യൂസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും, വാല്യൂസിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതാണ് നമ്മൾ DDL കമാൻഡ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇനി DML എന്ന് പറയുന്നത് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. മാനിപ്പുലേഷൻ മീൻസ് എന്താ, മാനിപ്പുലേറ്റ് ചെയ്യുക. നമുക്ക് എങ്ങനെ ഒരു ഡാറ്റാസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ഒരു ടേബിളിലേക്ക് ചിലപ്പോൾ ഒരു വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യും അല്ലേ, ചിലപ്പോൾ ഉള്ള വാല്യൂസിനെ ഞാൻ എന്ത് ചെയ്തു, അപ്ഡേറ്റ് ചെയ്യും. ചിലപ്പോൾ ആ വാല്യൂസിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അതാണ് എന്തെന്ന് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡാറ്റ ക്വറി ലാംഗ്വേജസ്. ഡാറ്റ ക്വറി ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കും, നമ്മളിപ്പോൾ ഇതെല്ലാം ചെയ്തു, ഡിലീറ്റ് ചെയ്തു, മോഡിഫൈ ചെയ്ത കാര്യങ്ങൾക്ക്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് എൻഷുർ ചെയ്യണമല്ലോ. അപ്പോൾ ആ ക്വറീസ് നമുക്ക് വിസിബിൾ ചെയ്യണം. അപ്പോൾ ആ ടേബിൾ നമുക്ക് വിസിബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് ഡാറ്റ ക്വറി ലാംഗ്വേജസ് എന്ന് പറയുന്നത്. പിന്നെയാണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജസ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റാസിനെ കൺട്രോൾ ചെയ്യുക, ദാറ്റ് മീൻസ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അതിനാണ് നമ്മൾ ഡാറ്റ കൺട്രോൾ. അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തു. ആ ഗൂഗിൾ ഫോമിൻ്റെ ആക്സസിങ് ആർക്ക് കൊടുക്കണമെന്നുള്ളത് അതോറിറ്റിന് തീരുമാനിക്കാം, അല്ലെങ്കിൽ ആ ഫോം ക്രിയേറ്റ് ചെയ്ത ഡിസൈനറിനോ അഡ്മിനോ തീരുമാനിക്കാം. ഫോമിന് എല്ലാവർക്കും ആക്സസിങ് കൊടുക്കണോ വേണ്ടയോ, ആർക്കൊക്കെ ഡിനേ ചെയ്യണമെന്ന് പറയുക. അതാണ് നമ്മുടെ DCL കമാൻഡ്സ്. പിന്നെ യൂസ് ചെയ്യുന്നതാണ് സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ സെറ്റ് ഓഫ് ഓപ്പറേഷൻസിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, ജാവയിലും സിയിലും പഠിച്ചിരിക്കുന്ന പോലെ തന്നെ ഓപ്പറേഷൻസ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മളിപ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണത്, ക്വറീനെ നമുക്ക് ഇപ്പോൾ ഒന്നോ അതിലധികമോ ടേബിൾസുകൾ ഉണ്ടെങ്കിൽ അവ തമ്മിൽ ലിങ്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സെറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ SQLൻ്റെ ഓവറോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്.